കൊൽക്കത്ത നഗരം സ്ഥാപിച്ചതും വളർത്തിയതും ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ച ബ്രിട്ടീഷുകാരാണ്. അവരുടെ കച്ചവട താൽപര്യങ്ങളാണ് ഈ നഗരത്തിലെങ്ങും നടപ്പിലാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷ് പാരമ്പര്യത്തിന്റെയും സാമ്പത്തിക ശക്തിയുടെയും അടയാളങ്ങളാണ് ഇവിടെയെല്ലാം തിളങ്ങിക്കാണുക. അതാവട്ടെ ഇന്ന് ഈ നഗരത്തിലേക്ക് അനേകം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സിറ്റി ടൂർ. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് കൊൽക്കത്ത നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. വിക്ടോറിയ മെമ്മോറിയലിൽ നിന്നും യാത്ര ആരംഭിക്കാം. തുടർന്ന് ഹൗറ പാലം ആൻഡ് മല്ലിഘട്ട് ഫ്ലവർ മാർക്കറ്റ്. അടുത്തത് മദർ ഹൗസ്. അവിടെ നിന്നും ദക്ഷിണേശ്വർ കാളി ക്ഷേത്രം. തുടർന്ന് BBD ബാഗ്. അടുത്തത് നേതാജി ഭവൻ. പിന്നെ ബേലൂർ മഠം. അവിടെ നിന്നും ജെയിംസ് പ്രിൻസപ്പ് ആൻഡ് വിദ്യാസാഗർ ബ്രിഡ്ജ്. തുടർന്ന് സെയിന്റ് ജോൺസ് ദേവാലയം, ഇന്ത്യൻ മ്യൂസിയം, അവസാനമായി ന്യൂ മാർക്കറ്റ്. വിക്ടോറിയ മെമ്മോറിയലിൽ നിന്നും യാത്ര ആരംഭിക്കാം. താജ്മഹലിനെ പോലെ സുന്ദരമായ ഒരു സ്മാരകമാണ് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച വിക്ടോറിയ മെമ്മോറിയൽ. പൂർണ്ണമായും മാർബിളിൽ സൃഷ്ടിച്ച ഒരു വാസ്തുകലാ വിസ്മയം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സുവർണകാലത്ത് നീണ്ട 63 വർഷ രാജ്ഞിയായിരുന്നു വിക്ടോറിയ. രാജ്ഞിയുടെ മരണശേഷമാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിൽ സ്മാരകം പണി കഴിപ്പിച്ചത്. താജ്മഹൽ പണിയാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ ഇനം മക്രാന മാർബിൾ തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. മാർബിൾ നിർമ്മിതികളുടെ സഹജമായ ഗാംഭീര്യവും സൗന്ദര്യവും വിക്ടോറിയ മെമ്മോറിയലിൽ കാണാം. ഇൻഡോ സാർസനിക് ശൈലിയിലുള്ള രൂപകൽപ്പന ഈ പ്രൗഢിക്ക് പിൻബലമാകുന്നു. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം എത്രമാത്രം സമ്പന്നമായിരുന്നു എന്ന് ഈ നിർമ്മിതി കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. 1921 പൂർത്തിയായപ്പോഴേക്കും 1 കോടിയിലധികം രൂപയാണ് ഇതിനായി ചിലവായത്. അധികാരദണ്ഡ് കയ്യിലേന്തി സിംഹാസനത്തിൽ ഉപവിഷ്ടയായ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു ഗംഭീര ശില്പം മുൻവശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിക്ടോറിയയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന എഡ്വേർഡ് 7ാമൻ രാജാവിന്റെ പ്രതിമയും കാണാം. അടുത്തതായി നമുക്ക് ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഹൗറ പാലത്തിലേക്ക് പോകാം. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. ഇടയിൽ ഒരു പില്ലർ പോലുമില്ലാതെ 705 മീറ്റർ നീളത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള വമ്പൻ ഉരുക്ക് നിർമ്മിതി. ദൂരെ നിന്ന് നോക്കുമ്പോഴേ പാലത്തിന്റെ രൂപം പൂർണ്ണമായി ദൃശ്യമാകും. പാലത്തിൽ നിന്ന് നോക്കിയാൽ കാണാനാവുന്നത് ചിലന്തി വല പോലെ പരസ്പരം ഘടിപ്പിച്ചിട്ടുള്ള ഉരുക്ക് ഗർഡറുകളാണ്. സവിശേഷമാണ് പാലത്തിന്റെ രൂപകൽപ്പന. കൊൽക്കത്ത നഗരത്തിന്റെ ലാൻഡ്മാർക്കാണ് ഈ നിർമ്മിതി. ഹൗറ പാലം സന്ദർശിക്കുമ്പോൾ വിട്ടുപോകരുതാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് മല്ലിഘട്ട് ഫ്ലവർ മാർക്കറ്റ്. പാലത്തിന് താഴെ ഹൂഗ്ലിയുടെ തീരത്താണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പചന്തകളിൽ ഒന്നാണെങ്കിലും വൃത്തിയും സൗകര്യവും കുറവാണ്. ഇടുങ്ങിയ തെരുവുകളുടെ വശങ്ങളിൽ 100 കണക്കിന് കച്ചവടക്കാർ പുഷ്പം കൂട്ടിയിട്ട് വിൽക്കുന്നു. പൂക്കളുടെ ബാഹുല്യമാണ് മല്ലിഘട്ടിൽ നമ്മെ അത്ഭുതപ്പെടുത്തുക. പലതരം പൂക്കൾ മൊത്തമായും ചില്ലറയായും മല്ലിഘട്ടിൽ വാങ്ങാൻ കിട്ടും.
കൂടാതെ പലതരം ആവശ്യങ്ങൾക്കുള്ള ഹാരങ്ങളും ബൊക്കെകളും വാങ്ങാം. സന്ദർശകരിൽ അത്ഭുതമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് മല്ലിക്കട്ട് ഫ്ലവർ മാർക്കറ്റ്. നൂറിലധികം രാജ്യങ്ങളിൽ സജീവമായ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹത്തിന്റെ കേന്ദ്രസ്ഥാനം. മദർ തെരേസ ദീർഘകാലം താമസിച്ചിരുന്ന ഇടം. മദർ തെരേസയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. ചെറിയൊരു ഹാളിലെ മാർബിൾ പതിപ്പിച്ച ലളിതമായ കല്ലറയിൽ മദർ തെരേസയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കല്ലറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ എപ്പോഴും കാണാം. മദർ ഹൗസിലെ മറ്റൊരു കാഴ്ച മദർ താമസിച്ചിരുന്ന മുറിയാണ്. ഒരു കട്ടിലും മേശയും 2 ബെഞ്ചുകളും മാത്രമുള്ള ഇടുങ്ങിയ മുറി. നഗരത്തിൽ ഓട വൃത്തിയാക്കുന്നവരുടെ നീലക്കരയുള്ള വെളുത്ത സാരി സ്വന്തം വസ്ത്രമായി സ്വീകരിച്ച മദറിന്റെ ജീവിതം എത്ര ലളിതമായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ പറഞ്ഞു തരും. മദർ മരിച്ചെന്ന് തോന്നൽ ഉളവാക്കാത്ത തരത്തിലാണ് മദർ ഹൗസിലെ സജ്ജീകരണങ്ങൾ. പുറത്തുള്ള ബോർഡിൽ പോലും കാണാം മദർ അകത്തുണ്ടെന്ന സൂചന. ഇനി നമുക്ക് കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ ദക്ഷിണേശ്വർ കാളി ടെമ്പിൾ സന്ദർശിക്കാം. തനത് ബംഗാളി സംസ്കാരത്തിന്റെ സവിശേഷതകൾ കണ്ടറിയാൻ കഴിയുന്ന ഇടമാണിത്. രാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദന്റെയും പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടം. റാണി റാഷ്മോരി എന്ന പ്രഭുയാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഡിസൈൻ ബംഗാൾ ആർക്കിടെക്ചറിലെ നവരത്ന ശൈലിയിലും. പരമ്പരാഗത ഹിന്ദു ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ പ്രാദേശികമായ രൂപമാണിത്. 3 നിലകളിൽ 9 കുംഭഗോപുരങ്ങളോടുകൂടിയാണ് പ്രധാന ശ്രീകോവിലിന്റെ നിർമ്മാണം. ലളിതമാണെങ്കിലും അലങ്കാരങ്ങൾ ഈ നിർമ്മിതികൾക്ക് പ്രൗഢി സമ്മാനിക്കുന്നുണ്ട്. പ്രധാന ക്ഷേത്രത്തെ കൂടാതെ 12 ഉപക്ഷേത്രങ്ങളാണ് കോമ്പൗണ്ടിലുള്ളത്. ഈ ചെറുക്ഷേത്രങ്ങളുടെ മേൽക്കൂരകളിലും കാണാം അത്ര പരിചിതമല്ലാത്തൊരു ഡിസൈൻ. ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെത്തുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം വൃത്തിയാണ്. ഓരോ കോണും അഴുക്ക് പുരളാതെ സൂക്ഷിക്കുന്നു. പൂജാവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കുമുണ്ട് പ്രത്യേക സ്ഥാനവും സജ്ജീകരണവും. ഒരു ആരാധനാലയം എങ്ങനെ പരിപാലിക്കണം എന്നതിന് മികച്ച ഉദാഹരണമായി ദക്ഷിണേശ്വർ കാളി ടെമ്പിളിനെ ചൂണ്ടിക്കാട്ടാനാവും. ഇനി നമുക്ക് BBD ബാഗിലൂടെ ഒരു നടത്തമാകാം. കൊൽക്കത്തയിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ് BBD ബാഗ് എന്നറിയപ്പെടുന്ന ബിനോയ് ബാദൽ ദിനേശ് ബാഗ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ക്രൂരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവച്ചു കൊന്ന ബിനോയ് ബസു, ബാദൽ ഗുപ്ത, ദിനേശ് ഗുപ്ത എന്നീ ദേശസ്നേഹികളുടെ സ്മരണാർത്ഥം പ്രദേശത്തിന് നൽകിയ പേരാണിത്. ലാൽധി എന്നൊരു കുളം ഈ ഭാഗത്തുണ്ട്. അതോടൊപ്പം BBD എന്നു തന്നെ പേരുള്ള ഉദ്യാനവും. കുളവും ഉദ്യാനവുമെല്ലാം ഉൾപ്പെടുന്ന സ്ക്വയറിന് ചുറ്റുമായിട്ടാണ് ബ്രിട്ടീഷുകാർ കൊൽക്കത്ത നഗരം വികസിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഭരണസ്ഥാപനങ്ങളെല്ലാം നിർമ്മിച്ചതും ഇതിന്റെ ചുറ്റുവട്ടത്തു തന്നെ. ഇന്നും അതങ്ങനെ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. രാജ്ഭവൻ, സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം എന്നിവയെല്ലാം ഇവിടെയാണ്. സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടങ്ങളിലും. റൈറ്റേഴ്സ് ബിൽഡിംഗ് ആണ് ഇതിൽ പ്രധാനം. ജൂനിയർ ക്ലർക്കുമാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടത്തിലാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം കേന്ദ്രീകരിച്ചിരുന്നത്. കൂടാതെ ജനറൽ പോസ്റ്റ് ഓഫീസ് മന്ദിരം, റോയൽ ഇൻഷുറൻസ് ആസ്ഥാനം എന്നിവയൊക്കെ BBD ബാഗിലെ ചരിത്ര പ്രാധാന്യമേറിയ നിർമ്മിതികളാണ്.
ഇനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മാരകമാണ്. കൊൽക്കത്ത സ്വദേശിയായ അഭിഭാഷകന്റെ മകനായി ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു വളർന്ന ബോസ് കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് കൊൽക്കത്തയിൽ എത്തിയത്. അന്നു മുതൽ ബോസ് താമസിച്ചിരുന്ന വീടാണിത്. ഈ വീടിപ്പോൾ ഒരു മ്യൂസിയമാണ്. നേതാജിയുടെ ജീവിതം ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്തെ പ്രമുഖ നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളാണ് ഇതിൽ പ്രധാനം. നേതാജി റിസർച്ച് ബ്യൂറോ എന്ന ഗവേഷണ സ്ഥാപനവും മ്യൂസിയത്തിന്റെ ഭാഗമാണ്. നേതാജി താമസിച്ചിരുന്ന മുറിയും ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുമെല്ലാം മ്യൂസിയത്തിൽ കാണാം. പുറത്ത് അദ്ദേഹം കൊൽക്കത്തയിലെ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അടുത്തതായി രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ മഠത്തിലേക്ക് പോകാം. സ്വാമി വിവേകാനന്ദനാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതയായ മതസൗഹാർദ്ദത്തിന് ബേലൂർ മഠത്തേക്കാൾ മികച്ച മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. രാമകൃഷ്ണ പരമഹംസരുടെയും ഭാര്യ ശാരദാദേവിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ക്ഷേത്രങ്ങൾ മഠത്തിലുണ്ട്. ബംഗാൾ ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മഠത്തിലെ നിർമ്മിതികൾ മനോഹരമായ കാഴ്ചയാണ്. രാമകൃഷ്ണ ക്ഷേത്രമാണ് ഇതിൽ ഏറ്റവും പ്രൗഢം. ഇവിടെ മതനിരപേക്ഷ സമീപനത്തിനാണ് പ്രാധാന്യം. ക്ഷേത്രം, മോസ്ക്, ക്രിസ്ത്യൻ ചർച്ച് എന്നിവയുടെ എല്ലാം ഘടകങ്ങൾ രാമകൃഷ്ണ ക്ഷേത്രത്തിൽ കൂട്ടിയിണക്കിയിട്ടുണ്ട്. ഓരോ ദിശയിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ രൂപമാകും ദൃശ്യമാവുക. രാമകൃഷ്ണ മിഷന്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും വിവരിക്കുന്ന ഒരു മ്യൂസിയവും കോമ്പൗണ്ടിലുണ്ട്. ഇനി കാണേണ്ടത് ജെയിംസ് പ്രിൻസപ്പ് എന്ന ബ്രിട്ടീഷ് ഗവേഷകന്റെ സ്മാരകവും ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള വിദ്യാസാഗർ പാലവുമാണ്. ഇന്ത്യയുടെ ചരിത്രം കണ്ടെത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ ഗവേഷകനാണ് പ്രിൻസപ്പ്. ഗ്രീക്ക് കാലഘട്ടം മുതൽ യൂറോപ്പുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ പ്രിൻസപ്പ് തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിൻസപ്പ് ഘട്ട് എന്ന ചെറിയ ഉദ്യാനത്തിലേക്കാണ് ഗ്രീക്ക് ശൈലിയിലുള്ള പ്രിൻസപ്പ് മെമ്മോറിയൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. തൂണുകൾ നിറഞ്ഞ ഗോഥിക് അലങ്കാരങ്ങളോട് കൂടിയ ചെറിയൊരു മന്ദിരം. രാത്രിയിൽ പ്രകാശിതമാകുമ്പോൾ ഈ നിർമ്മിതി കൂടുതൽ മനോഹരമാകും. നഗരവാസികൾ ഒഴിവു സമയം ചിലവിടാൻ എത്തുന്ന ഇടം കൂടിയാണ് മെമ്മോറിയൽ ഉൾപ്പെടുന്ന ഉദ്യാനം. പ്രിൻസപ്പ് ഘട്ടിൽ നിൽക്കുമ്പോൾ മാനത്ത് ഉയർന്നു കാണുന്ന പാലമാണ് വിദ്യാസാഗർ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഉരുക്കുവടങ്ങളിൽ വലിച്ചു കെട്ടിയ ബൃഹത് നിർമ്മിതി. വടങ്ങൾ 2 ടവറുകളിലായിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഹൂഗ്ലിയുടെ തീരത്ത് നിൽക്കുമ്പോൾ പാലം പൂർണ്ണ രൂപത്തിൽ കാണാനാകും. സൂര്യാസ്തമയ സമയത്ത് അതിഗംഭീരമാണ് പാലത്തിന്റെ കാഴ്ചകൾ. വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ വേറിട്ട മറ്റൊരു കാഴ്ചയായും ഇത് മാറും. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന ബംഗാളി സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് പാലത്തിന് നൽകിയിരിക്കുന്നത്. സെയിന്റ് ജോൺസ് ദേവാലയമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ദേശീയ സ്മാരകം കൂടിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചുവടുറപ്പിച്ച ശേഷം ആദ്യം നിർമ്മിച്ച ദേവാലയമാണ് സെയിന്റ് ജോൺസ് കത്തീഡ്രൽ.
കോമ്പൗണ്ടിൽ കയറുമ്പോൾ മനസ്സിലേക്ക് വരിക ബ്രിട്ടീഷ് ആധിപത്യം ബംഗാളിൽ വ്യാപിച്ച കാലഘട്ടത്തിന്റെ ഓർമ്മകളാകും. മനോഹരമായ ഒരു ഉദ്യാനത്തിനുള്ളിലാണ് ചർച്ചിന്റെ സ്ഥാനം. നിയോ ക്ലാസിക്കൽ ശൈലിയിൽ ചുടുകട്ടയും ശിലയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ദേവാലയത്തിൽ അധികം ആഡംബരങ്ങളില്ല. എന്നാൽ നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചറിന്റെ ഗാംഭീര്യം കാണാനുമാവും. 18-ാം നൂറ്റാണ്ടിലെ അതേ രൂപത്തിൽ തന്നെ ദേവാലയം നിലനിർത്തിയിട്ടുണ്ട്. ലളിതമായ അൾത്താരയും ഉയർന്നു പോകുന്ന തൂണുകളും നിരത്തിയിട്ടിട്ടുള്ള ഇരിപ്പിടങ്ങളുമൊക്കെയാണ് ഉള്ളിലെ കാഴ്ചകൾ. ജർമ്മൻ നിർമ്മിതമായ ഒരു ഓർഗൻ സെയിന്റ് ജോൺസ് ദേവാലയത്തിന്റെ സവിശേഷതയാണ്. ഇവിടെ ഇപ്പോഴും ആരാധന നടക്കാറുണ്ട്. ഇനി പോകേണ്ടത് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇന്ത്യൻ മ്യൂസിയം. 1814 സ്ഥാപിതമായ ഇതിന് ഏഷ്യയിലെ ആദ്യത്തെ മ്യൂസിയം എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. അത്രയധികം മൂല്യമേറിയ പുരാവസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടത്തിയ ഗവേഷണങ്ങളിലൂടെയും ഖനനങ്ങളിലൂടെയും കണ്ടെത്തിയതാണ് ഇവയിൽ ഭൂരിഭാഗവും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാംസ്കാരിക വികാസത്തിന്റെ ചരിത്രം ഈ പ്രദർശനത്തിലൂടെ കണ്ട് മനസ്സിലാക്കാനാവും. കൂടാതെ സംസ്കാരത്തിന്റെ ഭാഗമായ കല, കരകൗശലവിദ്യ, ശാസ്ത്രം എന്നിവയും ഇവിടെ വിഷയങ്ങളാണ്. വിവിധ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ധാരാളം കലാസൃഷ്ടികൾ മ്യൂസിയത്തിലുണ്ട്. ബ്രിട്ടീഷുകാർ മറ്റ് കോളനികളിൽ നിന്നും ഇവിടെ എത്തിച്ച വസ്തുക്കളും പ്രദർശനത്തിൽ ഉൾപ്പെടും. മ്യൂസിയത്തിലെ ഓരോ പ്രദർശന വസ്തുവിലുമുണ്ടാകും അതത് കാലത്തെ സാംസ്കാരിക അന്തരീക്ഷത്തെ പറ്റിയുള്ള അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ. അതിനാൽ അല്പം കൗതുകത്തോടെയും ജിജ്ഞാസയോടെയും വേണം ഈ മ്യൂസിയത്തിലെത്താൻ. അവസാനമായി കൊൽക്കത്തയിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റിലേക്ക് കൂടി കടന്നു ചെല്ലാം. ന്യൂ മാർക്കറ്റ്. നഗരത്തിലെ സാധാരണക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന മാർക്കറ്റാണിത്. അതിനാൽ വിലയും താരതമ്യേന കുറവായിരിക്കും. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം തന്നെയാണ് ന്യൂ മാർക്കറ്റിന്റെ പ്രധാന സവിശേഷത. ആഭരണങ്ങളാണ് ഇതിൽ ഒരു വിഭാഗം. ടിബറ്റ് മുതൽ ആസാം വരെയുള്ള മേഖലകളിൽ പ്രചാരത്തിലുള്ള പലതരം ആഭരണങ്ങൾ ഇവിടെ കിട്ടും. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇത്തരം ആഭരണങ്ങൾ അത്ര പരിചിതമായിരിക്കില്ല. ഇനിയുള്ളത് ബംഗാളി തുണിത്തരങ്ങളാണ്. കൈകൊണ്ട് നെയ്തെടുത്ത മികച്ച വസ്ത്രങ്ങൾ വിൽക്കുന്ന ധാരാളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. തനത് ബംഗാളി ശൈലിയിലുള്ള സാരികളും മറ്റും കുറഞ്ഞ വിലയിൽ ലഭിക്കും. പലതരം വിഭവങ്ങൾ വിൽക്കുന്ന ബേക്കറികളാണ് മറ്റൊരാകർഷണം. മികച്ച ഗുണനിലവാരവും രുചിയുമുള്ള ഭക്ഷണമായതിനാൽ വലിയ തിരക്കും ഉണ്ടാകുന്നുണ്ട്. ചില കടകളിൽ നീണ്ട ക്യൂവിൽ നിന്ന് വേണം സാധനങ്ങൾ വാങ്ങാൻ. വില കുറഞ്ഞ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയും ന്യൂ മാർക്കറ്റിൽ സുലഭമായി കിട്ടും. കൊൽക്കത്ത നഗരത്തിലൂടെ ഒരു ലഘു സഞ്ചാരം നാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ത്യയിലെ മറ്റു പല മെട്രോപൊളിറ്റൻ സിറ്റികളിൽ എത്തുന്നത്ര ടൂറിസ്റ്റുകൾ കൊൽക്കത്തയിൽ വരുന്നുണ്ടാവില്ല. എന്നാൽ ഈ നഗരം സന്ദർശിക്കുന്നതിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരം കണ്ടറിയാം. മനോഹരമായ ധാരാളം നിർമ്മിതികളുടെ നഗരം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഓർമ്മകൾ പേറുന്ന നഗരം. കൊളോണിയൽ കാലത്തെ പ്രൗഢിയും വർത്തമാനകാലത്തെ തിക്കും തിരക്കുമെല്ലാം യാത്ര ചെയ്താൽ കാണാം.
തീർച്ചയായും ഒരു ഇന്ത്യക്കാരൻ സന്ദർശിച്ചിരിക്കേണ്ട നഗരം തന്നെയാണ് കൊൽക്കത്ത.